ഹലോ. അപ്പം ഇന്ന് ഞാനൊരു ബ്രോസ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം എൻ്റെ മോന് പറയുന്നുണ്ട് ബ്രോസ്റ്റ് കഴിക്കണം എന്ന് കൊതിയായിട്ടുണ്ട് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും വീട്ടിലുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്ന് ബ്രോസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ പാല് ബട്ടർ മിൽക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു. വിനാഗിരിയും 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെച്ചു കേട്ടോ. 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എടുക്കാം. പിന്നെ ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുത്തു. റസ്റ്റ് ചെയ്യാൻ വെച്ച മിൽക്ക് എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടോ. അതിൽ ഞാൻ ആ ചിക്കനൊക്കെ മുക്കി വെച്ചു. പിന്നെ അതൊരു 3-4 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ അതിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരമാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്തു, കുറേ സമയം കഴിഞ്ഞിട്ട് പൊരിക്കാൻ നേരത്താണ് അതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കുന്നത്. അപ്പോൾ മൈദയിൽ മുട്ടയും വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും എല്ലാം ചേർത്തിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് പിന്നെ അതിലേക്ക് കോൺഫ്ലവർ 2 ടേബിൾ സ്പൂണും ചേർത്തു. നന്നായിട്ട് ഒന്ന് ലൂസ് മാവാക്കി എടുത്തു കേട്ടോ. പിന്നെ അതാ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഒരു പൗഡർ ഉണ്ടല്ലോ, നമ്മൾ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്ന അത് ഒരു പ്ലേറ്റിലേക്ക് തട്ടിയിട്ട് അതിൽ കുറച്ച് മൈദയും ചേർത്ത് കൊടുത്തു. കാരണം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി കുറവായിരുന്നു. പിന്നെ മുളക് പൊടിയും അതുപോലെ ഉപ്പൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തു. ഈ മാവിൽ ചിക്കൻ മുക്കിയതിന് ശേഷം ആ പൗഡറിലും കൂടിയും കോട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചൂടോടെ കഴിക്കാമല്ലേ. വരുമ്പോൾ വാങ്ങിയിട്ട് വരികയാണെങ്കിൽ പിന്നെ ആ ഒരു ബോക്സിൽ നിന്ന് വീട്ടിലെത്തുമ്പോഴേക്കും തണുത്തിട്ടായിരിക്കും. അപ്പോൾ അത് അടിപൊളി ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മോനും ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഈ 2 പീസ് മയോണൈസൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.